നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് 10ാം ദിവസം കേരളത്തിലെ 24ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കേരള ജനതയുടെ മനസ്സിൽ ഏറെ സന്തോഷവും ഏറെ പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് കേരള ജനതയുടെ മനസ്സിലാക്കി യുക്തമായ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് കാണിച്ച ആർജവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ പൊട്ടിമുളച്ച ചില പ്രാദേശിക പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലെ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിനെ പറ്റി അല്ലെങ്കിൽ വൈകിയതിനെ പറ്റി പലതരം ആക്ഷേപങ്ങളും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും നാം കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. അതുകൂടാതെ ഇടതുപക്ഷത്തിനു വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ മൊട്ടത്തലയനായ ഒരു ചാലൻ അവതാരകനും ജനമനസ്സുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ പടച്ചുവിട്ടു. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കോൺഗ്രസ് പാർട്ടിയെ പറ്റി പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒന്നാണ്. കോൺഗ്രസ് എന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണമെങ്കിൽ പല ചർച്ചകളും ആവശ്യമായി വരും എന്നുള്ളത് കൊണ്ട് ഏകപക്ഷീയമായ തീരുമാനം ഒരു കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കാറില്ല. MLA-മാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് മറ്റ് സീനിയർ നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ കേട്ട് ഷാഡോ കമ്മിറ്റി രൂപീകരിച്ച് പൊതുജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ച് പൊതുജനങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി യുക്തമായ തീരുമാനമെടുക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു നയമാണ്. ഇടതു പാർട്ടിയെ പോലെ ബി.ജെ.പിയെ പോലെ തിരുവായിക്ക് എതിർവായില്ലാതെ ഇഷ്ടത്തിന് തീരുമാനമെടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല. ചർച്ചകളും അഭിപ്രായങ്ങളും സമവായങ്ങളും അങ്ങനെ പല കടമ്പകൾ കിടന്ന യോഗ്യനായ മുഖ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ സമയമെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. 10 ദിവസം കൊണ്ട് പലതരം വാർത്തകൾ പടച്ചുവിടാൻ മൊട്ടയടക്കം ഇടതുപക്ഷത്തിന്റെയും ബി.ജെ.പിയുടെയും പണം വാങ്ങി പ്രവർത്തിക്കുന്ന ചാനലുകൾ കാണിച്ച ശുഷ്കാന്തിയെ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ നുണപ്രചരണങ്ങൾക്ക് ഞങ്ങൾ കോൺഗ്രസുകാർ പ്രതികരിക്കുന്നില്ല, മറുപടി പറയുന്നില്ല. കാരണം നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എത്രയോ പട്ടികൾ വേലിയിലേക്ക് മൂത്രമൊഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ അത് മൈൻഡ് ചെയ്യാറുണ്ടോ? അങ്ങനെ മൂത്രമൊഴിക്കുന്ന പട്ടികൾ തിരികെ വരുമ്പോൾ അത് മണത്ത് നിർവൃതി അണഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകും. അതല്ല എങ്കിൽ അതിന് പുറകെ വരുന്ന അടുത്ത കൊടിച്ചിപ്പട്ടി അത് മണത്ത് അതിൻ്റെ പുറകെ പോകും. അത് സ്വാഭാവികമാണ്, പ്രകൃതി നിയമമാണ്. അതുപോലെയാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നയവും. അതുകൊണ്ട് തന്നെ അത്തരം അടിസ്ഥാനരഹിതമായ നിങ്ങളുടെ ആരോപണങ്ങൾക്ക് കോൺഗ്രസ് സംസ്കാരം പ്രതികരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. മറ്റു പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കോൺഗ്രസ് പാർട്ടിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തങ്ങളുടെ മനസ്സിലുള്ള MLA-യെ, മന്ത്രിയെ, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യവും ഈ മഹത് പാർട്ടി നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസ് എന്ന ഈ മഹാപ്രസ്ഥാനം വിഭിന്നമാകുന്നത്. കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്നവർ ആഗ്രഹിച്ചതുപോലെ തന്നെ വി.ഡി. സതീശൻ എന്ന മനുഷ്യനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ഹൈക്കമാൻഡിനോട് ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഈ സമയം നന്ദി രേഖപ്പെടുത്തുന്നു. കടം വന്നു മൂടിയ കേരളവും കാലിയായ ഖജനാവും സ്വന്തമായ ഈ കേരളത്തിൽ പ്രിയ നേതാവ് അധികാരമേൽക്കുമ്പോൾ കേരളത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കഠിനമായ പരിശ്രമം ആവശ്യമാണ്. തൻ്റെ ജീവിതശൈലിയിൽ, അതായത് വി.ഡി. സതീശന്റെ ജീവിതശൈലിയിൽ ഒരു ദിവസം അദ്ദേഹം 2 മണിക്കൂറെങ്കിലും പുസ്തക വായനയിലും അതുപോലെ തന്നെ ഭരണകാര്യങ്ങൾ പഠിക്കുവാനും സമയം കണ്ടെത്തുന്നു. കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി പഠിച്ചിട്ട് സംസാരിക്കുന്നു, തീരുമാനമെടുക്കുന്നു. പ്രവർത്തിക്കുവാൻ പറ്റുന്നത് പറയുകയും പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രിയ നേതാവിന് 5 വർഷക്കാലം കൊണ്ട് അങ്ങയുടെ ദീർഘവീക്ഷണം ഉപയോഗിച്ചും കാഴ്ചപ്പാടനുസരിച്ചും കേരളത്തെ മുന്നോട്ട് നയിക്കുവാൻ, ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിലെ ഒരു വോട്ടറായ എനിക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അങ്ങയോട് ഒരു കാര്യം അപേക്ഷിക്കുവാനുണ്ട്. 2011 മുതൽ 2021 വരെ കുന്നത്തുനാടിന്റെ MLA ആയിരുന്ന പ്രിയപ്പെട്ട VP സജീന്ദ്രൻ അവറുകൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചികിത്സാ ധനസഹായം നൽകി സാധാരണക്കാരോട് കൂടെ നിന്ന് കുന്നത്തുനാട്ടിലെ സാധാരണക്കാരനോടൊപ്പം
രാഷ്ട്രീയം നോക്കാതെ കൈപിടിച്ച് നടന്ന മനുഷ്യസ്നേഹിയായ സജീന്ദ്രൻ 2021 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ NDAയിലുള്ള 2020 എന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ പാർട്ടി പ്രചരിപ്പിച്ച കള്ളപ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ 2717 വോട്ടിന് മാത്രം ആ മനുഷ്യസ്നേഹി പരാജയപ്പെട്ടു എങ്കിലും തന്റെ മണ്ഡലം മറക്കാതെ കഴിഞ്ഞ 5 കൊല്ലക്കാലവും ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. അധികം താമസിയാതെ തന്നെ തെറ്റു മനസ്സിലാക്കിയ കുന്നത്തുനാട്ടിലെ ജനം 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വീണ്ടും നിയമസഭയിലേക്ക് അയച്ചിരിക്കുകയാണ്. പ്രിയ VD സതീശൻ സാർ, അങ്ങയുടെ മന്ത്രിസഭയിൽ തികച്ചും യോഗ്യനായ ഈ മനുഷ്യസ്നേഹിയെ ഉൾപ്പെടുത്തണമെന്നും യോഗ്യമായ വകുപ്പ് നൽകി ചേർത്ത് നിർത്തണമെന്നും കുന്നത്തുനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് അങ്ങേക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.